ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് യൂണിറ്റ് 4 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മൂന്നാമത്തെ യൂണിറ്റിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ യൂണിറ്റിലേക്കാണ്. നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഇന്ന് ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ആ ചാപ്റ്ററാണ് ഗലീലിയോ. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണെന്ന് പറഞ്ഞാൽ ഗലീലിയോ ഗലീലി. ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് ആര്? ഗലീലിയോ ഗലീലി. അപ്പോ അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ അദ്ദേഹം സയന്റിസ്റ്റ് ആവുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ലേഖനം പോലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എന്തിലാണ്? അദ്ദേഹം ചന്ദ്രനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചന്ദ്രനെ നിരീക്ഷിച്ചുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കണ്ടുപിടുത്തം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹം ഒരു മല കയറുന്ന സമയത്ത് പൂർണ്ണചന്ദ്രൻ തൻ്റെ കൂടെ മുകളിലേക്ക് കയറുന്ന പോലെയും ഇറങ്ങുന്ന സമയത്ത് കൂടെ ഇറങ്ങി വരുന്ന പോലെയും എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ഇനി ചന്ദ്രൻ ഒരു യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോ അതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, തൻ്റെ സുഹൃത്തിനോട് ആ ഒരു മല കയറാനും താൻ മല ഇറങ്ങുകയും ചെയ്തു. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, ഞാൻ കയറിയപ്പോ എൻ്റെ കൂടെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഗലീലിയോ കണ്ടത് എന്താണ്? താഴേക്ക് ഇറങ്ങിയപ്പോ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്താണ്? ചന്ദ്രൻ ഒരു സ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുകയാണ്. നമ്മുടെ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം നമ്മുടെ കാഴ്ചയിലുള്ള ആ ഒരു എന്താണ്, ഒരു ഇല്യൂഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അങ്ങനെ തോന്നുന്നതെന്ന് എന്ത് ചെയ്തു, അദ്ദേഹം കണ്ടെത്തി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഏതൊരു കാര്യവും വിശ്വസിക്കുന്നതിന് മുൻപ് സബൂത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്, ചാപ്റ്ററിൽ പറയുന്ന ഒരു വേർഡാണ് സബൂത്ത്. തെളിവുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് അദ്ദേഹം വിശ്വസിക്കുന്നുള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള ഒരു ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ആര്? ഗലീലിയോ. അങ്ങനെ അദ്ദേഹം വളർന്ന് ലോകം അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റായി എന്ത് ചെയ്യുകയാണ്, മാറുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, പ്രധാനമായിട്ട് ഒരു 3 ചോദ്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കുറിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ആ 3 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു പോസ്റ്റർ ആണ്, അല്ലെ? എന്തിനെ കുറിച്ചാണ് ഈ പോസ്റ്റർ? നോക്കിയേ, എത്രയാണ്? 15 ഫെബ്രുവരി ഗലീലിയോ ദിവസ്. ഫെബ്രുവരി 15-ാം തീയതി ഗലീലിയോ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. മാൻലെ ഇസ് അവസർ പർ आपके स्कूल में विज्ञान प्रदर्शनी होने वाली है, इसके प्रचार के लिए പോസ്റ്റർ തയ്യാർ കരേ. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? 15-ാം തീയതി ഗലീലിയോ ദിവസ്, ഫെബ്രുവരി 15-ാം തീയതി ഗലീലിയോ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഒരു സയൻസ് എക്സിബിഷൻ നടക്കുകയാണ്. അതിനെക്കുറിച്ച് അറിയിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റർ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ഇവിടെ ഞാനൊരു പോസ്റ്റർ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മോഡൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കും സ്വീകരിക്കാം. നോക്കിയേ, ആദ്യം തന്നെ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് എന്താണ് ഇവന്റ്. ഇവന്റ് എന്താണ്? ഇനി ഈ ഒരു ദിവസത്തിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? അതും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഗലീലിയോ ദിവസ്. ഇനി അടുത്തതായിട്ട് വരുന്ന 4 വരികൾ നിങ്ങൾക്ക് നോക്കിയേ. ഒന്നാമത്തെ കാര്യത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഡേറ്റ് ആണ്. പിന്നീടുള്ളത് എന്താണ്? ടൈമാണ്. അടുത്തത് എന്താണ്? വെന്യൂ. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു കാര്യമാണെന്ത്? ഇനോഗ്രേഷൻ ആരെങ്കിലും എന്ത് ചെയ്യാം, എഴുതാം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പ്രധാന അധ്യാപകർ, അതായത് ഹെഡ് മാസ്റ്റർ. അവസാനം ലാസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് എന്താണ്? എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സബ്കെ ലിയെ ഹാർദിക് സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പോസ്റ്ററിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്. നോക്കിയേ, ആദ്യം നമ്മൾ എന്താണ് നടക്കുന്ന പ്രോഗ്രാം നമ്മൾ മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതി, വിജ്ഞാൻ പ്രദർശിനി. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ചിലത് വലുതാക്കിയും ചില കാര്യങ്ങൾ ചെറുതാക്കിയുമാണ് എഴുതിയിട്ടുള്ളത്.
അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളും പോസ്റ്ററിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? വലുതാക്കി എഴുതണം. അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരു ചെറിയൊരു ബോക്സ് കൂടി വരയ്ക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 4 കാര്യങ്ങളെ, ഇവിടെ എഴുതിയിട്ടുള്ള ഈ 4 കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ബോക്സ് ആക്കാം. ഈ ഡേറ്റ്, ടൈം, ഇനോഗ്രേഷൻ, വെന്യൂ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ബോക്സ് ആക്കി വെക്കാം. അതും നല്ലൊരു കാര്യമാണ്. ഇപ്പൊ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. ആദ്യം എന്താണ് ഇവന്റ് എന്നുള്ളത് മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതി. ആ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്നത് എന്താണ്? ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ വെന്യൂ, അതുകൂടാതെ ഇനോഗ്രേഷൻ. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു എഴുതി. ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 15th February 2025. സവേരെ 9 ബജെ സെ ഹോക്കർ, രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. ഉദ്ഘാടനം ആരാണ്? പ്രധാന അധ്യാപക്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവസാനമായിട്ട് സബ് കെ ലിയെ ഹാർദിക് സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്താൽ 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ഞാനിപ്പോ നോക്കിയേ. ഈ ഒരു പിക്ചർ പോസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിക്ചർ. പക്ഷെ സിമ്പിൾ ആയിരിക്കണം. കാണുമ്പോൾ എന്ത് വേണം? വൃത്തി വേണം. നമ്മൾ പോസ്റ്റർ വരയ്ക്കുന്ന പോലെ ഇത് ഇവിടെ കുറെ ഈ ചിലവർ പോസ്റ്റർ വരയ്ക്കാൻ നേരത്തുണ്ട് ഈ കോർണറിൽ കുറെ സാധനങ്ങൾ വരയ്ക്കും, ഇപ്പുറത്തെ കോർണറിൽ കുറെ സാധനങ്ങൾ വരയ്ക്കും, കുറെ തോരണങ്ങൾ വരയ്ക്കും. അങ്ങനെ ഒന്നും വേണ്ട. അതൊന്നും പോസ്റ്ററിൽ ആവശ്യമില്ല. നമുക്ക് എന്താണ്? ഒരൊറ്റ ഒരു പിക്ചർ മതി. എന്താണോ ആ ഒരു വിഷയം അതിനെക്കുറിച്ച് ഒരു പിക്ചറാണ് നമുക്ക് വരക്കേണ്ടത്, സിമ്പിൾ ആയിട്ട്. ഇവിടെ ഇപ്പോൾ സയൻസ് എക്സിബിഷൻ ആണ്, അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഒറ്റ ഒരെണ്ണം നല്ല ഭംഗിയിൽ വരയ്ക്കുക. ഇനി പോസ്റ്റർ എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബോക്സിനകത്താണ് പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. നമ്മൾ ആദ്യം ബോക്സ് വരച്ചിട്ട് അതിനുള്ളിൽ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്ഥലം തികയില്ല, കൺജസ്റ്റഡ് ആയി പോകും. അല്ലെങ്കിൽ സ്ഥലം ഭയങ്കര കൂടുതലാവും. അപ്പൊ എപ്പോഴും ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ അകത്ത് എഴുതാനുള്ള കണ്ടന്റ്സ് എഴുതുക, എന്നിട്ട് ഔട്ട്ലൈൻ വരക്കുക. അതുപോലെ ഒരു പേജിന്റെ തുടക്കത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പോസ്റ്റർ വരക്കാൻ. ചിലപ്പോൾ കുറെ ആൻസേഴ്സ് ഒക്കെ എഴുതി കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും അടിയിൽ ഒരു ഇത്തിരി സ്പേസ് ഉണ്ടാവും. അപ്പൊ ഒരു കുഞ്ഞു ബോക്സിൽ എല്ലാം കൂടെ തിക്കി നിരക്കി എഴുതി വെച്ചാൽ പോസ്റ്ററിന് ഒരു ഭംഗിയില്ല. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടൂല. എങ്ങനെ എഴുതണം? നല്ല വലുതാക്കി വരയ്ക്കണം. പേജിന്റെ തുടക്കത്തിൽ വരയ്ക്കണം. അതിനകത്ത് എഴുതുന്ന കാര്യങ്ങളെല്ലാം ഹെഡിങ്സ് വലുതാക്കി എഴുതാം, ബാക്കിയുള്ള കാര്യങ്ങൾ സാധാരണ എഴുതുന്ന പോലെ എഴുതാം. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയ രീതിയിലേക്ക് എന്ത് വേണം ചെയ്യാൻ? ഓവറാക്കരുത്. ഓവറാക്കി ചളമാക്കി കൊള്ളില്ലാത്ത അവസ്ഥ ആക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? പോസ്റ്റർ വരയ്ക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? തീർച്ചയായിട്ടും 4 മാർക്ക് കിട്ടും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഹിന്ദിയിൽ ഏറ്റവും സിമ്പിളായിട്ട് 4 മാർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ. അത് നിങ്ങളുടെ മടി കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ എന്ത് ചെയ്യാതിരിക്കുക? കളയാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നമ്മൾ എഴുതുന്നത് എന്തുമാത്രമാണ് നോക്കിയേ. ഡേറ്റ് ക്വസ്റ്റ്യനിലുണ്ട്. നമ്മൾ ആകെ എഴുതുന്നത് എന്താണ്? സമയം, വെന്യൂ, പിന്നെ ഉദ്ഘാടനം. അത് ജസ്റ്റ് ഒന്നൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളാണ്, കാണാപ്പാടം പഠിക്കാവുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ എഴുതുന്ന ഈ ഒരൊറ്റ കാര്യം, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന കാര്യം, ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി എവിടെയുണ്ട്? ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ ഒരു പിക്ചർ, അത് ആ വിഷയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? വരക്കുക. ഇതിന് നമ്മൾ കൺജസ്റ്റഡ് ആക്കി കുഞ്ഞിതാക്കി വരച്ച് അനാവശ്യമായിട്ടുള്ള പടങ്ങൾ വരച്ച് വെറുതെ നശിപ്പിച്ച് കഴിഞ്ഞാൽ തിക്കി നിരക്കി എഴുതി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, അപ്പൊ മാർക്ക് കിട്ടൂല. പേജിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യുക? വരക്കുക. പോസ്റ്റർ വരച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ എന്ത് ചെയ്തു? അടുത്ത ആൻസേഴ്സ് എഴുതിക്കോ. കുറച്ച് ആൻസേഴ്സ് എഴുതി അടിയിലുള്ള കുറച്ച് സ്ഥലത്ത് എന്ത് ചെയ്യാതിരിക്കുക? വരക്കാതിരിക്കുക. അങ്ങനെ നല്ല രീതിയിൽ വരച്ചാൽ 4 മാർക്ക് എന്തായാലും കിട്ടും. ഇത്രയും കാര്യങ്ങളെ നമുക്ക് പോസ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളൂ? എഴുതാനായിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു കുറിപ്പാണ്. ഇതിനെ നമുക്ക് ഇതൊരു ടിപ്പണിയാണേ. അതായത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഗലീലിയോക്ക് ജീവനെയും ദൃഷ്ടികോൺ വിശേഷതയും ക്യാ ക്യാ ഹെ? ഗലീലിയോയുടെ ജീവിതത്തിന്റെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദൃഷ്ടികോൺ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ. സങ്കേത് കെ ആധാർ പർ ടിപ്പണിയിലേക്ക് താഴെ തന്നിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് എന്ത് ചെയ്യുക? ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ സൂചനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ. പരിസർ കാ നിരീക്ഷൺ കർണ, തന്റെ പരിസരത്തെ, തന്റെ ചുറ്റുപാടിനെ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു ആര്? ഗലീലിയോ.
ഇനി സത്യഘോഷനമേ സബൂത്തോം കാ ആശ്രയിലെ, ഇനി സത്യം കണ്ടെത്തുമ്പോൾ എപ്പോഴും അതിന് എന്തുകൂടെ അദ്ദേഹത്തിന് വേണമായിരുന്നു? തെളിവ് വേണമായിരുന്നു, അതിന് സബൂത്ത്, എവിഡൻസ് വേണമായിരുന്നു. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? അദ്ദേഹം അതിനെ സത്യമായിട്ട് കണക്കാക്കുള്ളൂ. ജീവന്മേ സ്വയം നിർണയിലേന, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. ചുനൗത്തിയോംകോ സ്വീകാർ കർണ, അതേപോലെ തന്നെ വെല്ലുവിളികളെ ധൈര്യത്തോടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? തന്റെ ജീവിതത്തില് നേരിട്ടിട്ടുള്ളത്. ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചെറിയ കുറിപ്പ് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. ഞാൻ ഇവിടെ വളരെ ചെറുതാക്കി വളരെ സിമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, കുറിപ്പിന് നമ്മൾ എപ്പോഴും ഒരു ഹെഡിങ് മറക്കാതെ എഴുതണം. ഹെഡിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന എന്താണ്? മഹാൻ വൈജ്ഞാനിക് ഗലീലിയോ, അതായത് വലിയ സയന്റിസ്റ്റ്, വളരെ പ്രമുഖനായ സയന്റിസ്റ്റ് ആയ ഗലീലിയോ. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുകയാണ്. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഗലീലിയോ ഏക് മഹാൻ വൈജ്ഞാനിക് ദേ, അദ്ദേഹം ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. വേ ഹമേശ അപ്നെ ആസ്പാസ് की चीजों को ध्यानपूर्वक निरीक्षण करते थे. നോക്കിയേ, ഒന്നാമത്തെ പോയിന്റ് പരിസർ കാ നിരീക്ഷൺ കർണ, അത് നമ്മൾ ഇവിടെ എഴുതി. വേ ഹമേശ അപ്നെ ആസ്പാസ് की चीजों को ധ്യാൻപൂർവക് നിരീക്ഷൺ കർത്തേ थे. അദ്ദേഹം തന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ശ്രദ്ധയോടെ എന്ത് ചെയ്യുമായിരുന്നു? നിരീക്ഷിക്കുമായിരുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമുക്കിവിടെ ഇതിൽ തന്നിട്ടുള്ളത്, സൂചനയിൽ തന്നിട്ടുള്ളത്? സത്യഘോഷനമേ സബൂത്തോം കാ ആശ്രയിലേന, അതായത് സത്യം കണ്ടെത്തുന്നതിന് അദ്ദേഹം എന്ത് അന്വേഷിക്കുമായിരുന്നു? തെളിവുകൾ അന്വേഷിക്കുമായിരുന്നു. ഒരു കാര്യം വിശ്വസിക്കുന്നതിന് മുമ്പ് അതിന് തെളിവ് വേണമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? സ്വയമേ ചിന്തിക്കുമായിരുന്നു. അപ്പോ ഇവിടെ കുറിപ്പിലുള്ള പോയിന്റ് നോക്കിയേ, സത്യകോ ഘോഷനെ കേലിയെ വേ പ്രമാൺ ഓർ തർക്ക കാ സഹാര ലേത്താ താ. അപ്പോ ഇവിടെ രണ്ടാമത്തെ പോയിന്റും അവിടെ എഴുതിയിട്ടുണ്ട്. എന്തെന്നാ എഴുതിയേക്കണത്? സത്യം കണ്ടെത്തുന്നതിൽ അദ്ദേഹം എപ്പോഴും എന്തിന്റെ? സബൂത്ത്, എവിഡൻസിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള തെളിവുകളെയും അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? എപ്പോഴും ആശ്രയിക്കുമായിരുന്നു. അതുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ സത്യമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? കണക്കാക്കുന്നുള്ളൂ ആയിരുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ജീവന്മേ സ്വയം നിർണയിലേന, ജീവിതത്തിൽ സ്വന്തമായിട്ട് അദ്ദേഹങ്ങൾ എന്തെടുക്കുമായിരുന്നു? തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ പോയിന്റ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. വ്യാപ്നെ നിർണയ് സ്വയലേതേ, അദ്ദേഹം തീരുമാനങ്ങൾ സ്വന്തമായിട്ടാണ് എടുത്തിരുന്നത്. ഓർ കിസിക്കെ ദബാവുമേ നഹി ആത്തെ, ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല? ഒരു സംശയത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നില്ല. അപ്പൊ ആ പോയിന്റ് നമ്മൾ അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ജീവൻ കി കഠിനായോം ചുനൗത്തിയോം കോ സാഹസെ സ്വീകാർ കർത്തേ थे. ഇനി ലാസ്റ്റ് പോയിന്റിൽ എന്താണ് സൂചനയിൽ പറഞ്ഞിട്ടുള്ളത്? ചുനൗത്തിയോം കോ സ്വീകാർ കർണ, വെല്ലുവിളികളെ നേരിട്ടിരുന്നു. അതിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. നാലാമത്തെ പോയിന്റ് അപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ജീവൻ കി കഠിനായോം ഔർ ചുനൗത്തിയോം കോ വേ സാഹസെ സ്വീകാർ കർത്തേ थे. ജീവിതത്തില് വന്നിട്ടുള്ള പ്രശ്നങ്ങളെയും ഔർ ചുനൗത്തിയോ, അതുപോലെ തന്നെ വെല്ലുവിളികളെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ധൈര്യപൂർവം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ് പ്രകാർ, ഇനി കൺക്ലൂഷൻ ആണ്, ഇസ് പ്രകാർ ഉൻകാ ജീവൻ സത്യ വിവേക് ഓർ സാഹസ് കാ പ്രതീകത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എന്തിന്റെയൊക്കെ പ്രതീകമാവുന്നു? സത്യത്തിന്റെയും അതുപോലെ തന്നെ വിവേകത്തിന്റെയും അതുപോലെ തന്നെ ധൈര്യത്തെയും ഒക്കെ അടിസ്ഥാനമാകുന്നു അഥവാ പ്രതീകമാകുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇപ്പൊ കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സൂചനയിൽ തന്നിട്ടുള്ള 4 പോയിന്റുകളെയും ഉൾപ്പെടുത്തി നമ്മളൊരു കുറിപ്പ് എഴുതി. എന്തൊക്കെയാണ് എഴുതിയത്? ഗലീലിയോ ആരാണ്? ഗലീലിയോ ഏക് മഹാൻ വൈജ്ഞാനിക് ദേ. വേ ഹമേശ അപ്നെ ആസ്പാസ് की चीजों को ധ്യാൻപൂർവ്വ നിരീക്ഷൺ കർത്തേ थे. അദ്ദേഹം എപ്പോഴും തന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുമായിരുന്നു. സത്യകോ ഘോഷനെ കേലിയെ വേ പ്രമാൺ ഓർ തർക്ക സഹാര ലേത്തേ थे. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? സത്യത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സത്യത്തിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, വിശ്വസിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എപ്പോഴും ഫാക്റ്റുകൾ അഥവാ തെളിവുകൾ അന്വേഷിക്കുമായിരുന്നു, അല്ലെങ്കിൽ തെളിവുകളുടെ സഹായങ്ങൾ തേടുമായിരുന്നു. വ്യാപനെ നിർണയ സ്വയലേത്തേതേ, തന്റെ തീരുമാനങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് എടുത്തിരുന്ന ആളാണ് ആര്? ഗലീലിയോ. ഓർ കിസിക്കെ ദബാവുമേ നഹി ആത്തേതേ, ഒരിക്കലും അദ്ദേഹം ഒരു സംശയത്തിന്റെ അവസ്ഥയിൽ എന്ത് ചെയ്തിരുന്നില്ല? എത്തിയിരുന്നില്ല. തടസ്സങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടില്ല.
ജീവൻ കി കഠിനായിയോം ഓർ ചുനൗത്തിയോം കോ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും സാഹസെ സ്വീകാർ കർത്തേതെ, ധൈര്യത്തോടെ സ്വീകരിച്ചിരുന്ന ആളാണ് ആര്? ഗലീലിയോ. ഇസ് പ്രകാർ, അങ്ങനെ ഉൻകാ ജീവൻ, അദ്ദേഹത്തിന്റെ ജീവിതം, സത്യത്തിന്റെ, സത്യ വിവേക് ഓർ സാഹസ് കാ പ്രതീകത, അദ്ദേഹത്തിന്റെ ജീവിതം സത്യത്തിന്റെയും വിവേകത്തിന്റെയും അതുപോലെ തന്നെ ധൈര്യത്തിന്റെയും ഒരു പ്രതീകമാകുന്നു. ചെറിയ ഒരു കുറിപ്പ്. ഇത് ചിലപ്പോ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് പോയിന്റ്സ് ഉണ്ടാവുന്നത് കൊണ്ട്, നമുക്ക് പോയിന്റ്സ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയേ, करीब 400 साल पहले एक लड़के को ऐसे लगा रहा था कि चांद भी उसके साथ साथ चल रहा है. ഗലീലിയോ ने अपने अनुभव के बारे में डायरी लिखी. वह डायरी तैयार करे. ഡയറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തിന്റെ ക്വസ്റ്റ്യൻ ആണ്? ഡയറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സംഭവം? ചാപ്റ്ററിന്റെ തുടക്കത്തില് ചെറിയ പയ്യൻ ആ ചന്ദ്രനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അത്ഭുതം, തന്റെ കൂടെ നടക്കുന്നത് പോലെ, തന്റെ കൂടെ മൂവ് ചെയ്യുന്ന പോലെ തോന്നിയ ആ ഒരു കാര്യം, അതിനെക്കുറിച്ച് ഗലീലിയോ എന്ത് ചെയ്യാൻ, ഡയറി എഴുതിയാൽ ആ ഡയറി എങ്ങനെയായിരിക്കും? തുടക്കം എന്താണ്? ഡേറ്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ താരീഖ്. ഇനി അദ്ദേഹം എന്താണ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. ഏക് വിചിത്ര ഘടന ഹുവീതി, എന്തൊക്കെയായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക? ഒരു വിചിത്രമായ ഒരു സംഭവം ഇന്നുണ്ടായി. ചാന്ദ് കോ ദേക്കർ ഏക് പഹാഡി പർ ചഡ് രഹാ താ, ഞാൻ എന്ത് ചെയ്യായിരുന്നു, ചന്ദ്രനെ നോക്കിക്കൊണ്ട് മലയിലൂടെ നടക്കുകയായിരുന്നു. മുझे लगा कि चांद भी मेरे साथ साथ चढ़ रहा है. അപ്പൊ എനിക്ക് തോന്നി ചന്ദ്രനും എൻ്റെ കൂടെ മല കയറുന്നതായിട്ട് തോന്നി. കുച്ച് ദേർ ബാദ് മേ ചാന്ദ് കോ ദേഖ്തേ ഹുവേ ഉത്തർനെ ലഗ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ചന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ട് മല ഇറങ്ങി. അപ്പൊ എന്ത് തോന്നി, അബ് മുझे लगा कि मेरे साथ साथ वह ഉത്തർ രഹാ ഹൈ. അപ്പൊ എനിക്ക് എന്ത് തോന്നി, ചന്ദ്രൻ എൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങുന്നത് പോലെ തോന്നി. मैंने सोचा कि कहीं ऐसा तो नहीं कि चांद अपनी जगह पर स्थिर है. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ ചന്ദ്രൻ തന്റെ സ്ഥാനത്ത് സ്ഥിരമായി നിൽക്കുകയല്ലേ. മേരി നസർ ധോഗാകാരെ, അല്ലെങ്കിൽ എന്റെ കണ്ണിന് അങ്ങനെ തോന്നുന്നതാണോ? ഇതിലേതാണ് സത്യം എന്ന് എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. ലേക്കിൻ ബിനാ കുച്ച് സബൂത് കെ സ്വീകാർ കർനെ കോ മേനെ തയ്യാർ നഹീ താ. പക്ഷേ എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ഞാൻ ഇതിന് എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല, ഇതിനെ ഉറപ്പിക്കില്ല. മേനെ അപ്നെ ദോസ്ത് കോ ബുലായ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. പഹാഡി പർ ചഡ്നെ കോ കഹ, എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എന്തേ, നീ ഈ മല ചന്ദ്രനെ നോക്കിക്കൊണ്ട് കയറാൻ പറഞ്ഞു. ഭൂത് മേ ഉത്തർനെ ലഗ, കൂടെ അതേ സമയം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, മലയിന്ന് ഇറങ്ങാനും തുടങ്ങി. ദോസ്തിനെ കഹാ കി ചാന്ദ് തോ മേരെ സാത്ത് സാത്ത് ചഡ് രഹാ താ. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അവൻ കയറിയപ്പോ, ചന്ദ്രൻ നോക്കി കയറിയപ്പോ അവനിക്ക് എന്ത് തോന്നി, ചന്ദ്രൻ അവന്റെ കൂടെ കയറുന്നതായിട്ടാണ് തോന്നിയതെന്ന് പറഞ്ഞു. ജബ്കി മേരെ സാത്ത് ഉത്തർ രഹാ താ, അതേ സമയം എനിക്ക് തോന്നിയത് എങ്ങനെയാണ്, ചന്ദ്രൻ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നതായിട്ടാണ്. മേ സമജ് ഗയ, അപ്പൊ എനിക്ക് മനസ്സിലായി, ചാന്ദ് സ്ഥിർ ഹേ, ചന്ദ്രൻ ഒരു സ്ഥാനത്ത് സ്ഥിരമായി നിൽക്കുകയാണ്. ഉസ്കാ ചഡ്ന ഉത്തർന ഹമാരി നസറോം കാ ധോഖാ ഹേ, അത് അങ്ങനെ തോന്നാനുള്ള കാരണം, കയറുന്നതായിട്ടും ഇറങ്ങുന്നതായിട്ടും തോന്നാനുള്ള കാരണം നമ്മുടെ കണ്ണിന് തോന്നുന്ന ഒരു ഇല്യൂഷനാണ് എന്നെന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഒരു ഡയറിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അവിടെ പറയുന്ന മുഴുവൻ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ് സംഭവിച്ചത്, ഒരു വിചിത്ര ഘടന, ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നടന്നു, അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിലായിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി പറയുന്ന കാര്യങ്ങൾ, ആദ്യം ചന്ദ്രൻ നോക്കി മല കയറുന്ന സമയത്ത് പെട്ടെന്ന് തോന്നി ചന്ദ്രൻ എന്താണ്, തൻ്റെ കൂടെ കയറി വരുന്നതായിട്ട് തോന്നി. അപ്പൊ കുട്ടിയായിരുന്ന സമയത്ത് ഇത് ഭയങ്കര അത്ഭുതമായിട്ടാണ് ആർക്ക് തോന്നിയത്, ഗലീലിയോക്ക് തോന്നിയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗലീലിയോ എന്ത് ചെയ്തു, ഇറങ്ങിയപ്പോ കൂടെ ഇറങ്ങുന്നതായിട്ടും തോന്നി. അപ്പോഴാണ് ഒരു സംശയം മനസ്സിൽ ഉദിച്ചത്, എന്താണ്, ചന്ദ്രൻ തന്റെ സ്ഥാനത്ത് സ്ഥിരമായിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഈ കയറുന്നത് ഇറങ്ങുന്നത് നമ്മുടെ കണ്ണിൽ തോന്നുന്നതാണോ എന്ന് എന്ത് ചെയ്തു, ഒരു സംശയം. അപ്പൊ ഇതിലേതാണ് സത്യം എന്ന് എന്ത് ചെയ്യണം, അറിയണം. അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണം. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്തു, അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുകാരനെ വിളിച്ച് മല കയറാനും ഗലീലിയോ മല ഇറങ്ങുകയും ചെയ്തു ഒരേ സമയം. കൂട്ടുകാരന് എന്ത് തോന്നി, തൻ്റെ കൂടെ
ചന്ദ്രൻ എന്ത് ചെയ്യുന്നതായിട്ട്, മുകളിലേക്ക് കയറുന്നതായിട്ടും ഗലീലിയോക്ക് എന്ത് തോന്നി, തൻ്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങുന്നതായിട്ടും തോന്നി. അപ്പോഴാണ് എന്ത് മനസ്സിലായത്, ചന്ദ്രൻ ഒരു സ്ഥാനത്ത് സ്ഥിരമായി നിൽക്കുകയാണ്. നമ്മുടെ കണ്ണിൽ തോന്നുന്നതാണ് എന്ത്, ഈ കയറുന്നതും ഇറങ്ങുന്നതുമായിട്ട്. ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡയറി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഡയറി നോക്കിയാൽ കുറച്ച് വലിപ്പമുണ്ട്. കാരണം ഈ കാര്യങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് ഭയങ്കര ഷോർട്ടാക്കി എല്ലാം കൂടി ഇതിൽ ചേർക്കാൻ പറ്റില്ല, ഭയങ്കര ചെറുതായി പോകും. അതുകൊണ്ട് എല്ലാ ഇവന്റുകളും ചേർക്കുമ്പോൾ ഈ ഒരു ഇത്രയും വലിപ്പത്തിൽ വരും. പക്ഷെ പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് ഒന്നുകൂടെ എളുപ്പമായി. പാരഗ്രാഫിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നോക്കി എടുത്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 4 ഒന്നാമത്തെ ചാപ്റ്റർ കൂടെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ CWC നമ്മുടെ 4 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഇന്നത്തോടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ള ചാപ്റ്റേഴ്സ് യൂണിറ്റ് 3 3 ചാപ്റ്റേഴ്സും യൂണിറ്റ് 4 ഒന്നാമത്തെ ചാപ്റ്ററുമാണ് നമുക്ക് എക്സാമിനുള്ളത്. അതിലെ പരമാവധി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചാൽ നമുക്ക് ഈ എക്സാമിനും വരുന്ന സെക്കൻഡ് ടേം എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ 4 ചാപ്റ്ററുകളാണ് എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. ഇനി എന്ത് മാത്രമേ ഉള്ളൂ, പഠിക്കാനുള്ള ടാസ്ക് മാത്രമേ ഉള്ളൂ.